രാത്രിയിൽ അപ്പുക്കുട്ടന് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കയറി. 2 ദിവസം വീട്ടിലില്ലാത്തോണ്ട് പാക്കറ്റിലെ മീനാട്ടോ നമ്മൾ എടുക്കുന്നത്. കുക്കറിൽ അരി വേവിക്കാൻ കുറച്ചു നേരം കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ടു. മഴക്കാലമായോണ്ട് രാമച്ചൻ കെട്ടിയാട്ടോ വെള്ളം തിളപ്പിക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് തേങ്ങയൊക്കെ തിരുമി വെച്ചു. അപ്പുക്കുട്ടൻ എന്റെ കൂടെ തന്നെ കഥ പറഞ്ഞുകൊണ്ടുണ്ട് കേട്ടോ. അരി കുതിർന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു സ്പൂണും കൂടി ഇട്ട് അത് വേവിക്കാൻ വേണ്ടി അങ്ങ് എടുത്ത് അടുപ്പിലോട്ട് വെച്ചു. മീൻകറിക്ക് ആവശ്യത്തിന് തേങ്ങയിട്ട് അരപ്പും ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അപ്പുക്കുട്ടൻ വന്ന് ഇളക്കി ഉപ്പൊക്കെ ചേർത്ത് അതിന്റെ രുചിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. രാമച്ചൻ തുണിക്കകത്ത് കെട്ടിയിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മണമാണ് അതിന്. അങ്ങനെ ഉപ്പ് നോക്കാനെന്നുള്ള പേരിൽ അപ്പുക്കുട്ടൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് മീൻകറിയുടെ ടേസ്റ്റ് നോക്കി എന്നെ വെറുതെ പ്രോത്സാഹിപ്പിച്ചിട്ട് പോകും. അവസാനം കഷ്ണങ്ങളൊക്കെ ഇട്ട് പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി. കുറച്ച് മാങ്ങ ഇരുന്നത് അങ്ങ് അച്ചാറിട്ട് വെച്ച് കേട്ടോ. അരിഞ്ഞോണ്ടിരുന്നപ്പോൾ പകുതി മാങ്ങ അപ്പുക്കുട്ടന്റെ വയറ്റിലോട്ടാ പോയത് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പുക്കുട്ടന് ആഹാരവും കൊടുത്ത് അടുക്കളയും വൃത്തിയാക്കി നമ്മൾ പോയി കിടന്നു.